ദൈവത്തിരുന്ന മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ സ്നേഹിതരെ, നാളെ സഭയുടെ മോറാനായ പെരുന്നാളായ കൂടാര പെരുന്നാൾ ദിവസമാണ്. യഹൂദന്മാരുടെ 3 പ്രധാനപ്പെട്ട പെരുന്നാളുകളിൽ ഒരു പെരുന്നാളായിരുന്നു കൂടാര പെരുന്നാൾ. കൂടാര പെരുന്നാളിന് മർരൂപ പെരുന്നാളെന്ന് മറ്റൊരു നാമം ഉണ്ട്. പത്രോസും യാക്കോബും യോഹന്നാനും മോശയും ഏലിയായും മർരൂപമലയിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ദൈവത്തോട് സംസാരിക്കുന്നതായിട്ട് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. നമ്മുടെ കർത്താവും പത്രോസും യാക്കോബും യോഹന്നാനും കൂടെ പ്രാർത്ഥിപ്പാനായിട്ട് അവിടെ വരികയും അവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ മോശയും ഏലിയായും നൂറ്റാണ്ടുകൾക്ക് ശേഷം മർരൂപമലയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവർ തേജസ്സിൽ പ്രത്യക്ഷരായി എന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ നാം വായിക്കുന്നത്. മരിച്ചവർക്ക് കേൾക്കാനും കാണാനും സംസാരിക്കാനും സാധ്യമാകുന്നു എന്നതുള്ളതിൻ്റെ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനമായ ഒരു തെളിവാണ് ഈ മർരൂപമലയിലെ സംഭവം എന്നുള്ളത്. കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചുപോയ മോശയും ഏലിയായും അവിടെ പ്രത്യക്ഷപ്പെടുന്നു, അവിടുന്ന് സംസാരിക്കുന്നതായിട്ട് വിശുദ്ധ തിരുവചന വേദഭാഗം പഠിപ്പിക്കുന്നു. അവർ തേജസ്സിൽ പ്രത്യക്ഷരാകുന്നു. അവരുടെ സൂര്യനെ പോലെ അവരുടെ മുഖം അവിടുന്ന് പ്രശോഭിപ്പിക്കുന്നു എന്നാണ് അവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, അവിടെ പ്രാർത്ഥനയുടെ അനുഭവങ്ങളിൽ, അവിടെ ഒരുമിച്ച് യേശുവിനോടൊപ്പമുള്ള ആ അനുഭവങ്ങളിലൊക്കെ തേജസ്സിൻ്റെ അനുഭവം, അതുപോലെ തന്നെ സൂര്യനെ പോലെ മുഖം ശോഭിക്കുന്ന അനുഭവം, ഭൂമിയിൽ ഒരു അലക്കുകാരനും അലക്കി വെളുപ്പിക്കുവാൻ കഴിയാത്തവണ്ണം അത്രയ്ക്ക് അവർ വെണ്മയുള്ളതായി തീർന്നു എന്നുള്ളതാണ് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ അനുദിന ജീവിതത്തിലും നമുക്കൊരു ട്രാൻസ്ഫോർമേഷനും ഒരു രൂപാന്തരം ഉണ്ടാകുവാൻ ഈ കൂടാരപ്പെരുന്നാൾ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ദൈവത്തോടൊപ്പം വസിക്കുന്ന അനുഭവത്തിൽ, തേജസ്സിൻ്റെ അനുഭവത്തിൽ നാമം പ്രകാശിക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു.